Yes, welcome back to Arcanex. So +1 ഇംപ്രൂവ്മെന്റിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ അതിന് താഴെ ഒരുപാട് കമന്റ്സ്, ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാൻ വേണം, ഏതൊക്കെ സബ്ജക്റ്റുകൾ ഇംപ്രൂവ് ചെയ്യണം അവർക്ക് കൺഫ്യൂഷൻ ആണല്ലേ. അത് വെറുതെ ഇംപ്രൂവ് ചെയ്തിട്ട് കാര്യമില്ല. സബ്ജക്റ്റുകൾ ഇംപ്രൂവ് ചെയ്യേണ്ട സബ്ജക്റ്റ് വ്യക്തമായിട്ട് സെലക്ട് ചെയ്യണം. അത് പഠിക്കേണ്ട വ്യക്തമായിട്ടൊരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. ആ പ്ലാൻ അനുസരിച്ച് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കൂടിയിരിക്കും അല്ലേ. ആദ്യം തന്നെ മാക്സിമം 3 സബ്ജക്റ്റ് ആണ് ഒരു കുട്ടിക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക. അതിനപ്പുറം സബ്ജക്റ്റുകൾ ഇംപ്രൂവ്മെന്റ് കൊടുക്കാൻ പറ്റത്തില്ല. നിലവില് ഇത്ര നാൾ അങ്ങനെയാണ്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ +2 പബ്ലിക് എക്സാമിനൊപ്പം തന്നെ ആയിരിക്കും ഇംപ്രൂവ്മെന്റ് എക്സാം നടക്കുക. +1കാർ എഴുതുന്ന അതേ എക്സാം ആണ് നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. +1 നിങ്ങൾക്ക് A+ന് ചിലപ്പോൾ 1-2 മാർക്ക് കുറവാണെങ്കിൽ ആ സബ്ജക്ട് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാന്നൊക്കെ വിചാരിക്കും. അതിന് റിസ്ക് എടുക്കാൻ നിൽക്കരുത്. പ്രത്യേകിച്ച് എസ്പെഷ്യലി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പോലുള്ള സബ്ജക്റ്റുകളാണെങ്കിൽ 1-2 മാർക്കിനാണെങ്കിൽ വലിയ പ്രോബ്ലം ഇല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. അപ്പോ ഇനി ആദ്യം വരാനിരിക്കുന്നത് ക്രിസ്മസ് എക്സാം ആണ്. ഏകദേശം ഡിസംബർ 9 കൂടിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഒക്ടോബർ ആദ്യ വീക്ക് കഴിഞ്ഞു. ഇനി നവംബർ ഒരു മാസം കംപ്ലീറ്റ് ഉണ്ട്. പിന്നെ ഒരു 1.5 മാസം, ഒരു 1.25 മാസമായിരിക്കും, ഒരു 45-50 ഡേയ്സ് എക്സാമിനുള്ളത്. ആ 45 ദിവസത്തെ ഉള്ളിൽ നിങ്ങൾ എന്തൊക്കെ തീർക്കേണ്ടതുണ്ട് എനിക്ക് പറയൂ. ആദ്യമായിട്ട് ഒരു 45 ഡേയ്സ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 50 ഡേയ്സ് പറയാം അല്ലെ, ഒരു 50 ഡേയ്സിന് ശേഷം നിങ്ങൾ ആദ്യമായിട്ട് എത്താൻ പോകുന്നത് ക്രിസ്മസ് എക്സാമിലേക്കാണ്. അപ്പൊ ക്രിസ്മസ് എക്സാമിന് എനിക്ക് തോന്നുന്നു കെമിസ്ട്രി ഒക്കെ 1-2 ചാപ്റ്റേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ക്രിസ്മസ് എക്സാമിന് വേണ്ടി പഠിക്കേണ്ടതായി ഏകദേശം 90-95% ചാപ്റ്റേഴ്സും എന്തിനുണ്ടാവും, ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവും. ക്ലിയർ. അപ്പൊ അതിനൊരു വ്യക്തമായ പ്ലാൻ നമ്മൾ ഉണ്ടാക്കുക. +2 കംപ്ലീറ്റ് ചെയ്യാനുള്ള വ്യക്തമായ പ്ലാൻ ഫസ്റ്റ് ഉണ്ടാക്കുക നമ്മൾ. അപ്പൊ ഈ ക്രിസ്മസ് എക്സാം ആവുമ്പോഴേക്കും നിങ്ങളുടെ 90% ടോപ്പിക്സ് +2ൻ്റെത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കാരണം ഇംപ്രൂവ്മെന്റിന് നമുക്ക് വളരെ കുറച്ച് സമയം പിന്നെ കിട്ടത്തുള്ളൂ. അതിനിടയിൽ +2 പഠിച്ചെടുക്കാനാവില്ല. സോ +2ന്റെ 90% ടോപ്പിക്സും ക്രിസ്മസ് എക്സാം കഴിയുന്നതോടെ നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. ആദ്യത്തെ ടാസ്ക് അതാണ്. ക്രിസ്മസ് എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് +2 പഠിച്ച് തീർക്കാനുള്ള സമയം. ക്രിസ്മസ് എക്സാമോട് കൂടി എന്റെ +2 കഴിഞ്ഞു എന്നുള്ള തോട്ട് ഓരോ കുട്ടിയുടെയും മനസ്സിൽ ഉണ്ടാവണം. എന്റെ +2 കഴിഞ്ഞു, +2 പഠിച്ചു കഴിഞ്ഞു, ഇനി റിവിഷൻ ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രമേ എനിക്കുള്ളൂ അല്ലേ. അതിനുശേഷം ഒരു വെക്കേഷൻ വരുന്നുണ്ട്, ഒരു 10 ഡേയ്സ്. ഈ 10 ഡേയ്സ് വളരെ ക്രൂഷ്യൽ ആണ് മക്കളെ. ഈ 10 ഡേയ്സിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. 90% +2ന്റെ ടോപ്പിക്സ് കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. അതിനിടയിൽ ക്രിസ്മസ് വരുന്നുണ്ട്, ന്യൂ ഇയർ വരുന്നുണ്ട്. ഇത് രണ്ടും ആഘോഷിക്കാനുള്ള സമയം നിങ്ങൾക്കില്ല. ഈ വർഷം ഞാൻ പറഞ്ഞു, ഈ വർഷം അവർ മാറ്റി വെക്കണം എന്നേ പറയുള്ളൂ. ഈ വർഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ ചെറിയൊരു ആഘോഷമാവാൻ പറ്റിയ വലിയ ആഘോഷമൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക. അപ്പൊ ഈ 10 ഡേയ്സിൽ നമ്മൾ ഇംപ്രൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഏത് സബ്ജക്ട് ചൂസ് ചെയ്യും, എത്ര എണ്ണം ചൂസ് ചെയ്യും എന്നുള്ളതാണ് അടുത്ത കൺഫ്യൂഷൻ. ഏതാണ് തുടങ്ങുക എന്നുള്ളത്. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആദ്യം തുടങ്ങിക്കുമെന്ന് ഞാൻ പറയുള്ളൂ. ആ 10 ദിവസത്തിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കുറെ ആദ്യം നിങ്ങൾ നിങ്ങളുടെ +1ന്റെ മാർക്ക് നോക്കുക. ഏതിനൊക്കെയാണ് ഫുൾ മാർക്ക് ഉള്ളത്, ബ്രിമ്മിൽ നിൽക്കുന്നത് ഏതൊക്കെ സബ്ജക്റ്റുകളാണ്, ഏതിനൊക്കെയാണ് കുറവ് വരിക എന്നുള്ളത് നമ്മൾ പറഞ്ഞപ്പോൾ കുറെ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. ബയോളജിക്ക് കുറവാണ്, അല്ലെങ്കിൽ ലാംഗ്വേജിന് കുറവാണ്. ഏതിനാണോ കുറവ് അത് തന്നെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഒരു 3 സബ്ജക്റ്റുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്. ഈ 3 സബ്ജക്റ്റുകളുടെ പ്രത്യേകത ഇവർക്ക് ഡബിൾ ഇവാലുവേഷനോ ട്രിപ്പിൾ ഇവാലുവേഷനോ ആയിരിക്കും ഉള്ളത്. സോ ഒട്ടും ലിബറൽ ആയിരിക്കില്ല വാലുവേഷൻ. വളരെ ബുദ്ധിമുട്ടിയായിരിക്കും +2ന് വാലുവേഷൻ നടക്കുക. അപ്പൊ ഈ സബ്ജക്റ്റുകൾക്കാണ് നിങ്ങൾക്ക് A+ ഡൗട്ട് എങ്കിൽ മസ്റ്റ് ആയിട്ടും ഇതിൽ ഏതെങ്കിലും സെലക്ട് ചെയ്തേ പറ്റൂ. അതിനേക്കാൾ ഉപരി ഹയർ സ്റ്റഡിക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന 3 സബ്ജക്റ്റുകളുടെ മാർക്ക് ആയിരിക്കും മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. അതുപോലെ എഞ്ചിനീയറിംഗിന് നിങ്ങൾക്ക് +2ന്റെ ഈ 3 സബ്ജക്റ്റുകളുടെ മാർക്ക് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ റാങ്ക് ഡിസൈഡ് ചെയ്യപ്പെടുക. നിലവിലെ രീതി അനുസരിച്ച് അങ്ങനെയാണ്. അപ്പൊ നിങ്ങളുടെ എഞ്ചിനീയറിംഗിന്റെ റാങ്കിനെ അഫക്ട് ചെയ്യുന്നതാണ്. ഇത് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് +2ലെ മാർക്കാണ് കൺസിഡർ ചെയ്യുക. ഏറ്റവും നന്നായിട്ട് +2 പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ +1ൽ ഇതിന് കുറവാണെങ്കിൽ A+ലേക്ക് എത്താൻ ഈ സബ്ജക്റ്റുകളിൽ ഒരെണ്ണം നിങ്ങൾ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാം. ഭയങ്കര റിസ്ക് ആണ് മക്കളെ. മൂന്നെണ്ണത്തിന്റെ റിസ്ക് എന്ന് പറയുന്നത് ഇതാണ്. പബ്ലിക് എക്സാമിന്റെ ഇംപ്രൂവ്മെന്റിന്റെ ടൈം ടേബിൾ നമ്മൾ ഒരുപാട് തവണ കാണിച്ചതാണ്. അപ്പൊ അടുപ്പിച്ച് എക്സാം നടക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ മാർച്ച് 15-ന് കെമിസ്ട്രി ഇംപ്രൂവ്മെന്റ് നടക്കുന്നുണ്ട്. 17-ന് +2ന്റെ മാത്സും. ആ +2 മാത്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ എഞ്ചിനീയറിംഗിന്റെ മാർക്കിനെ അഫക്ട് ചെയ്യുന്ന ഡബിൾ ഇവാലുവേഷനും ട്രിപ്പിൾ ഇവാലുവേഷനും പഠിക്കാനുണ്ട്.
ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, ഒരുപാട് ടോപ്പിക് പഠിക്കാനുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ ചൂസ് ചെയ്യാം, 3 എണ്ണം നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാം. ഏതൊക്കെ വേണം എന്നുള്ളത് ചൂസ് ചെയ്യാം. നമ്മൾ ഇനി എത്ര സമയം ഉണ്ടെന്നുള്ളത് പറയാം, എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് വെക്കേഷനിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, വെക്കേഷനിൽ ഒരു സബ്ജക്ട് ഇതിൽ ഏതെങ്കിലും നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഇംപ്രൂവ് ചെയ്യുന്നവർ ഒരു സബ്ജക്ട് കറക്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് പോർഷൻ എന്ത് ചെയ്യുക, ആ വെക്കേഷനിൽ പഠിച്ച് ക്ലിയർ ആക്കി വെക്കുക അല്ലെ, ഒരു സമയം എടുത്ത്. അതെ, എനിക്ക് തോന്നുന്നു തുടങ്ങാനുള്ള സമയം വെക്കേഷനിൽ കിട്ടാൻ സാധ്യതയുള്ളൂ. എനിവേ, അപ്പോ ക്രിസ്മസ് എക്സാം എന്നാണ് ഏകദേശം എൻഡ് ചെയ്യാന്ന് ചോദിച്ചാൽ, ക്രിസ്മസ് ഏകദേശം 18. അപ്പൊ എനിക്ക് തോന്നുന്നു 1-ാം തീയതിക്ക് ശേഷം നമുക്ക് പിന്നെ കൗണ്ട് ചെയ്യാം അല്ലെ. 1-ാം തീയതിക്ക് ശേഷമാണ് പിന്നെ നിങ്ങൾ സ്കൂളിൽ എത്തുക. 1-ാം തീയതിക്ക് ശേഷം സ്കൂളിൽ എത്തിയാൽ എന്നായിരിക്കും പ്രാക്ടിക്കൽ ജനുവരി പകുതിയോടുകൂടി പ്രാക്ടിക്കൽ മോഡൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ജനുവരി 15 പ്രാക്ടിക്കലിന്റെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. പ്രാക്ടിക്കൽ മോഡൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റെക്കോർഡ് കംപ്ലീറ്റ് ആയിരിക്കണം, നിങ്ങളുടെ റെക്കോർഡ് ബുക്ക് കംപ്ലീറ്റ് ആയിരിക്കണം. വൈവയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ആവേണ്ടതുണ്ട്. ഇപ്പൊ സോൾട്ട് അനാലിസിസ് ഒക്കെയാണ്, ഒരുപാട് പ്രൊസീജിയർ പഠിച്ചെടുക്കാനുണ്ട്, കുറെ ചെയ്യാനുണ്ട്. കുറച്ച് നിങ്ങൾ വിചാരിക്കും വർക്ക് കുറവാണ്, നിങ്ങളെ മനസ്സിലുണ്ടാവും അതൊക്കെ ഈസി അല്ലേ, പ്രാക്ടിക്കൽ അല്ലേ എന്നുള്ള തോട്ട് ഉണ്ട്. അതൊന്നും വേണം. എനിക്ക് തോന്നുന്നു കുട്ടികൾ ഏത് എക്സാം ആണെങ്കിലും അവർ ടെൻസ്ഡ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ദയവ് ചെയ്ത് മക്കൾ പ്രാക്ടിക്കലിന് ഒരുപാട് സമയം കൺസ്യൂം ചെയ്യരുത്. മാക്സിമം ഇപ്പൊ തന്നെ നിങ്ങൾ ഓരോ ദിവസവും, ഇപ്പൊ സോൾട്ട് അനാലിസിസ് ഒക്കെയാണ്, കാറ്റയോണും ആനയോണും ഒക്കെ ഓരോന്ന് വീതം ഇന്ന് തന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം ഒരു 2 എണ്ണം പഠിക്കും, പിന്നെ അടുത്ത ദിവസം അത് റിവൈസ് ചെയ്യും, അടുത്ത 2 എണ്ണം പഠിക്കും, അങ്ങനെ റിവൈസ് ചെയ്ത് ഓരോ ദിവസവും 2 എണ്ണം വീതം ഒക്കെ പഠിക്കുക. അപ്പൊ എല്ലാം കൂടെ ഒരു ദിവസം പഠിക്കാനിരുന്നാൽ നമ്മൾ മറന്നു പോകും, ഉറപ്പായിട്ടും മറന്നു. അതുപോലെ വൈവയ്ക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും, കാറ്റയോണ്ട് നിങ്ങൾ അതിന്റെ ഇതൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്, വൈവ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് പ്രൊസീജിയർ ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ ജനുവരി 1-നും 15-നും ഇടയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു 15 ഡേയ്സ് ആണ്. ഈ 15 ഡേയ്സ് കഴിയുമ്പോൾ പ്രാക്ടിക്കലിന്റെ മോഡൽ നടക്കും. അപ്പൊ മോഡൽ നടക്കുന്ന ദിവസം ഭയങ്കര ടയേർഡ് ആയിരിക്കും, കാരണം കെമിസ്ട്രി ലാബ് ഒക്കെയാണ് ഒരു ദിവസം മൊത്തം മൈൻഡിൽ എപ്പോ ഒരു എക്സാം നടക്കുക ഒരു കുട്ടിയുടെ മനസ്സിന്, ആ എക്സാം ആയിട്ട് ആ കുട്ടി എന്തായിരിക്കും, എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ടെൻഷൻ ആയിരിക്കും അല്ലെ. നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ആ എക്സാമിനെ പറ്റിയുള്ള ചിന്തയായിരിക്കും ഉണ്ടാവുക, ഇനി വരാൻ പോകുന്ന എക്സാമിനെ പറ്റി അല്ലേ. അപ്പൊ പ്രാക്ടിക്കലിന്റെ മോഡൽ കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം നിങ്ങൾക്ക് കിട്ടും. ഏകദേശം കഴിഞ്ഞ വർഷമൊക്കെ നോക്കുകയാണെങ്കിൽ ജനുവരി 22 നിങ്ങൾക്ക് പ്രാക്ടിക്കലിന്റെ മെയിൻ എക്സാം തുടങ്ങും. പ്രാക്ടിക്കൽ എക്സാം സ്കൂളുകളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ജനുവരി 22 അപ്പൊ ഇതിനിടയിൽ മക്കൾക്കൊരു 30 ഡേയ്സോളം കിട്ടുന്നുണ്ട്. ആ 30 ഡേയ്സിന് ഇടയിലാണ് പ്രാക്ടിക്കലിന്റെ മോഡൽ നടക്കുന്നത്. അതിന് സ്കൂളിൽ ചെല്ലണം, ആ സമയത്ത് റെക്കോർഡ് എഴുതേണ്ട കുറെ തിരക്കിലായിരിക്കും. ഇതിനിടയിലും എന്ത് ചെയ്യണം, ഇംപ്രൂവ്മെന്റിന് ഒരു സമയം, ഒരു രാവിലെ ഒരു 2-3 മണിക്കൂർ നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് വേണ്ടി 2 മണിക്കൂർ അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂർ രാവിലെ കണ്ടെത്തിയാൽ ഏറ്റവും നന്നാവും. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ആ പ്രൊസീജിയർ അങ്ങനെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, കൊണ്ടുപോവുക. ഓരോ 2 മണിക്കൂർ എടുത്ത് ആ ചാപ്റ്റർ ഇങ്ങനെ തീർത്തിട്ട് +1 ചാപ്റ്റർ ഏത് സബ്ജക്ട് അതും ഇംപ്രൂവ് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ NCERT ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. പാസ് ആവാൻ ഈസിയാണെന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് അറിഞ്ഞു പഠിച്ചാൽ പാസ് ആവാൻ പറ്റും. പക്ഷെ ഇംപ്രൂവ് ആകണം എന്നുണ്ടെങ്കിൽ നിലവിൽ ഒരു 60-ൽ 40 മാർക്കിലൊക്കെ നിൽക്കുന്നവര് 45-50 ഒക്കെയാണ് എത്തേണ്ടത്. അത് 60% വരെ കുട്ടിക്ക് എന്തായിരിക്കും ഓക്കെ ആയിരിക്കും. 60-ന് മുകളിലോട്ട് പോകാൻ നല്ലൊരു ടാസ്ക് തന്നെയാണ്. അപ്പൊ ആ കുട്ടി NCERT പ്രത്യേകം എസ്പെഷ്യലി ഈ വർഷം +1 നിങ്ങൾ പേടിപ്പിക്കല്ലേ, +1 NCERT ആവാൻ പോവാന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം തന്നെ കുട്ടികൾ നല്ല രീതിയിൽ NCERT ഫോക്കസ് ചെയ്താണ് പഠിച്ചത്. NCERT ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും അറ്റൻഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് എൻട്രൻസിനും ഹെൽപ്ഫുൾ ആണ്, നീറ്റിനൊക്കെ ആണെങ്കിലും NCERT ആണ് എല്ലാത്തിന്റെയും ബേസ്, അത് എല്ലായിടത്തും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ജനുവരി 22 പ്രാക്ടിക്കൽ എക്സാം സ്കൂളുകളിൽ ആരംഭിച്ചു. അങ്ങനെ പ്രാക്ടിക്കൽസ് ഓരോ ബാച്ചിനായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ ആദ്യം പ്രാക്ടിക്കൽ തീർന്നു പോട്ടെ, കാരണം നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. എനിവേ ജനുവരി അങ്ങനെ പ്രാക്ടിക്കൽ ഒക്കെ നടന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കും മക്കളെ. ഫെബ്രുവരി ഒരു 15-17 എന്ത് സ്റ്റാർട്ട് ചെയ്യും, +2ന്റെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ അല്ലേ. അപ്പൊ +2 മോഡൽ എക്സാം നടക്കും. അതായത് ജനുവരി ഇവിടെ ഈ ദിവസം മുതൽ ജനുവരി 1 മുതൽ നിങ്ങൾക്ക് ഈ ദിവസം ഫെബ്രുവരി 17 വരെ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ, ഇമ്പ്രൂവ്മെന്റ് പഠിക്കാൻ സമയമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തില്ല, ഇമ്പ്രൂവ്മെന്റിലേക്ക് കൂടുതൽ. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രാക്ടിക്കൽ മോഡൽ തൊട്ട് ഈ ഒരു പ്രാക്ടിക്കൽ മെയിൻ ഒക്കെ നടക്കുന്ന സമയത്ത് കുട്ടികൾ ടെൻഷൻ ആയിരിക്കും. അവർ പ്രാക്ടിക്കലിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് എന്തൊക്കെയായാലും നിങ്ങൾ ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മൈൻഡ് കൺട്രോൾ ചെയ്ത് എങ്ങനെയാലും ഒരു സമയം ചെറിയ രീതിയിൽ കണ്ടെത്തി പഠിക്കണം അല്ലെ മക്കളെ. ഓരോ ബാച്ചിനായിട്ടായിരിക്കും പ്രാക്ടിക്കൽ നടക്കുക. അപ്പൊ ചിലപ്പോൾ പല ദിവസങ്ങളിലായിട്ടായിരിക്കും എക്സാം നടക്കുക. അത് തീരാൻ ഒരിക്കലും നോക്കിയിരിക്കരുത് അടുത്തത് പഠിച്ചു തുടങ്ങാനായിട്ട്.
കാരണം 17ഓടുകൂടി മോഡൽ ആരംഭിക്കും. മോഡൽ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ തവണത്തെ മോഡലിന്റെ ടൈം ടേബിൾ ഒന്ന് നോക്കണം ആർട്ടി. നോക്കിക്കോ, ഒരു ദിവസം തന്നെ 2 എക്സാം ഒക്കെ നടന്നിട്ടുണ്ട്. അതായത് 17-ന് മോർണിംഗ് ഫിസിക്സും ഉച്ചയ്ക്ക് ശേഷം കമ്പ്യൂട്ടർ സയൻസും ഉണ്ടായിരുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിൽ അടുത്ത എക്സാം നടന്നിട്ടുണ്ട്. ബയോളജി, 20 പാർട്ട് 1, 20 അതേ ദിവസം തന്നെ പാർട്ട് 2, 21 അതായത് ഒരേ ദിവസം തന്നെ 2 എക്സാം വരാനുള്ള സാധ്യതയുണ്ട്. അടുപ്പിച്ചായിരിക്കും എക്സാം നടക്കുക. ഒരു ഗ്യാപ്പ്, ഒരു സാറ്റർഡേ സൺഡേയോ ഗ്യാപ്പ് കിട്ടിയെങ്കിൽ മാത്രം അത് നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ടൈറ്റ് ആയിട്ടായിരിക്കും മോഡൽ എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോ നിങ്ങൾക്ക് ശരിക്കും നമുക്ക് ശ്വാസം വിടാനുള്ള സമയം ആയിരിക്കണം. അതാ ഞാൻ പറഞ്ഞ മോർണിംഗ് ഒരു സമയം കണ്ടെത്തിയിട്ട് ഇംപ്രൂവ്മെന്റ് പഠിക്കുകയും ബാക്കിയുള്ള സമയം +2 യൂസ് ചെയ്യും. പ്രാക്ടിക്കൽ ശരിക്കും പറഞ്ഞാല് നിങ്ങൾ ഡിസംബർ എക്സാമോട് കൂടി 90% പോർഷനും +2 കഴിഞ്ഞിരിക്കണം. 1-2 ചാപ്റ്റർ റിമൈൻഡ് ചെയ്യാൻ. അതായത് ക്രിസ്മസ് എക്സാമിന് ഇല്ലാത്ത ചാപ്റ്റർ ഒഴിച്ച് ബാക്കി എല്ലാ ചാപ്റ്ററും നിങ്ങൾക്ക് 100% അറിഞ്ഞിരിക്കണം. അത്ര പെർഫെക്റ്റ്. അത് റിവിഷൻ ഒക്കെ കഴിഞ്ഞ് സെറ്റ് ആക്കിയിരിക്കണം. ഒന്ന് വായിച്ചാൽ മാത്രം മതി എന്നുള്ള മൈൻഡോടുകൂടി ഇരിക്കണം. ജസ്റ്റ് ഈ മോഡൽ എക്സാമിന്റെ ഡേറ്റിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നേരം നിങ്ങളുടെ മൈൻഡിലേക്ക് കോൺസെപ്റ്റ്. അത് മാത്രമല്ല ഇതിനിടയിൽ ഇംപ്രൂവ്മെന്റ് പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ബേസിക് ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ നിങ്ങൾ +1 പഠിച്ചാൽ അത് +2 ആൽക്കഹോളിലും ആൽഡിഹൈഡിലും ഒക്കെ യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് ആ ബേസിക് കാര്യങ്ങൾ റിവൈസ് ചെയ്താൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. +2 പഠിക്കാൻ കുറച്ചും കൂടി ഈസി ആകും. അങ്ങനെ ഫെബ്രുവരി 17-15 കൂടി നമ്മൾ മോഡൽ എക്സാം തുടങ്ങിയാൽ ഒരു 21 കൂടിയാണ് കഴിഞ്ഞ വർഷം അവസാനിച്ചത്. ഇത്തവണ നമുക്കൊരു 20 സെക്കൻഡ് ഇടാം. 20 സെക്കൻഡിന് കഴിഞ്ഞു എന്ന് കരുതുക. നിങ്ങൾക്ക് ഏകദേശം ഒരു മാർച്ച് 3 കൂടി എന്താരംഭിക്കും? +2 പബ്ലിക് എക്സാമുകൾ ആരംഭിക്കും. യെസ്, +2ന്റെ പബ്ലിക് എക്സാം ആരംഭിക്കുകയാണ്. അതേ സമയത്ത് തന്നെ ഏകദേശം ഒരു 5-6 കൂടി നമ്മൾ കാത്തിരിക്കുന്ന ഇംപ്രൂവ്മെന്റ് എക്സാമും സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം 10 to 15 ഡേയ്സ് ഇതിനിടയിൽ കിട്ടുന്ന 10 മുതൽ 15 ദിവസം വരെ നിങ്ങൾക്ക് കിട്ടുക. അത് നിങ്ങൾ എന്തൊക്കെയാ പഠിക്കുക അല്ലെ? +2 പഠിച്ചു കഴിഞ്ഞവനാണ് ടെൻഷൻ ഇല്ല. മോഡൽ എക്സാം കഴിഞ്ഞ ഒരു 10 മോഡൽ എക്സാം ആകുമ്പോഴേക്കും +2 ഫുള്ള് നിങ്ങൾക്ക് സെറ്റ് ആയിരിക്കണം. പിന്നീടുള്ളത് റിവിഷന്റെ സമയം ഒരു 7 ദിവസം അല്ലെങ്കിൽ 8 ദിവസം കിട്ടുന്നത് റിവൈസ് ചെയ്യാനുള്ള സമയമാണ്. അതിനിടയിൽ ഈ ഒരു ഗ്യാപ്പിനിടയിൽ തന്നെ ഇംപ്രൂവ്മെന്റിന്റെ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് ഓരോ ഡേയിൽ പഠിക്കുക. കറക്റ്റ് ടൈം ടേബിൾ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞില്ലേ, ഒരു അവർ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് അത് ഓരോ ചാപ്റ്റർ ആയി ടിക്ക് ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കി. കെമിസ്ട്രി ഒരു 9 ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കാനായിട്ട് ഇപ്പൊ നിങ്ങൾ ഒരു സബ്ജക്ട് ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നവർക്ക് ധാരാളം സമയമുണ്ട്. ഇപ്പൊ 9 ചാപ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഇത്രയും ദിവസത്തിനിടയിൽ നിങ്ങൾ ആ ചാപ്റ്റേഴ്സിനെ ഓരോന്നായിട്ട് ഡിവൈഡ് ചെയ്യുക, ഓരോ ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്താൽ പഠിക്കേണ്ട സമയം വരെ സ്പെസിഫൈ ചെയ്ത് വെക്കണം. എത്ര സമയം പഠിക്കണം, ഏത് ചാപ്റ്റർ എത്ര സമയം, വ്യക്തമായ ഒരു ധാരണ ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ. ഏറ്റവും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സബ്ജക്ട് അല്ലെ 2 സബ്ജക്ട് തിരഞ്ഞെടുക്കുക. എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്നുള്ളത് എണ്ണിയെടുക്കുക. ആ ചാപ്റ്റേഴ്സിനെ ഇനി എത്ര ദിവസങ്ങൾ ഉണ്ടെന്നുള്ളതും ആ ദിവസങ്ങളിൽ ഈ എക്സാം നടക്കുന്ന ദിവസങ്ങളൊക്കെ കുറയ്ക്കുക. ഇപ്പൊ ക്രിസ്മസ് പ്രാക്ടിക്കൽ എക്സാം നടക്കുന്ന ഒരു 4 ദിവസം, മോഡൽ നടക്കുന്ന 4 ദിവസം പോട്ടെ, പ്രാക്ടിക്കലിന്റെ മെയിൻ്റെ 4 ദിവസം കുറയ്ക്കുക, മോഡൽ എക്സാമിന്റെ 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം കുറയ്ക്കുക. ഏകദേശം ഒരു 18 ദിവസം 20 ദിവസം കുറച്ച് ആ ദിവസം കുറച്ചിട്ട് ബാക്കി വരുന്ന ദിവസങ്ങൾ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്താൽ പോലും നിങ്ങൾക്ക് വൃത്തിയായിട്ട് ഇംപ്രൂവ്മെന്റ് സാധിക്കും. അതായത് മാക്സിമം നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി അത് നിങ്ങൾക്ക് ഹയർ സ്റ്റഡിക്ക് അല്ലെ പോകുന്ന സബ്ജക്റ്റുകൾ മാക്സിമം സെലക്ട് ചെയ്യുക. മാർക്ക് കുറഞ്ഞ സബ്ജക്റ്റുകളൊക്കെ സെലക്ട് ചെയ്യുക. A+ എത്താൻ നമുക്ക് 180 മാർക്സ് ആണ് വേണ്ടത്. അപ്പൊ ഈ 180 കിട്ടാൻ ഏത് സബ്ജക്റ്റുകൾക്കാണ് ബുദ്ധിമുട്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇവർക്ക് ട്രിപ്പിൾ ഇവാലുവേഷൻ ആണ് അല്ലെ ഡബിൾ ഇവാലുവേഷൻ ആണ്, അതേപോലെ റീവാലുവേഷൻ ഒന്നും ഇല്ല +2. അപ്പൊ മാക്സിമം ഇവർക്കാണ് A+ നഷ്ടപ്പെടാൻ സാധ്യതയെങ്കിൽ +1 എഴുതിയെടുക്കുക. +2ലും ഈ സബ്ജക്റ്റുകൾ കോൺസെൻട്രേറ്റ് ചെയ്യണം, കാരണം എൻട്രൻസിന് കൂട്ടുന്ന മാർക്കാണ് അല്ലെ. അപ്പൊ വ്യക്തമായ നല്ല സ്ട്രാറ്റജി ഉണ്ടാക്കി വ്യക്തമായിട്ട് പഠിക്കുക. കൂടെ ഞങ്ങൾ ഇംപ്രൂവ്മെന്റിന്റെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. NCERT ബേസ്ഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അല്ലെ. അപ്പൊ ബൈ.